റിപ്പോർട്ടർ ടിവിയുടെ ഒരു ഓണം ഷൂട്ടിന് പോകട്ടോ നമ്മള്. ഓണം ഷൂട്ട് ആയതുകൊണ്ട് ഒരു മുണ്ടും ഷർട്ടും ഒക്കെ കൈ പിടിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, രാവിലെ 9 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു ചാനലിന്റെ ഓണം ഷൂട്ടിന് പങ്കെടുക്കാറുണ്ട്. ഈ വർഷം അതിപ്പോ റിപ്പോർട്ടർ ചാനൽ ആയിക്കോട്ടെ. എന്നും കൂടെ ഉള്ള പോലെ തന്നെ അച്ഛൻ തന്നെ കേട്ടോ ഇന്നും നമ്മുടെ ഒപ്പം ഉള്ളത്. ഞാൻ മാത്രല്ല കേട്ടോ, വേറെ കുറെ പാട്ടുകാരൊക്കെ ഈ പരിപാടിക്ക് ഉണ്ടെന്ന് പറയണ്ടായി. എറണാകുളത്ത് ഈ സ്ഥലം എവിടെയാണെന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായോ? എന്തു ഭംഗിയാണെന്നറിയോ ഈ വഴി പോകുമ്പോ. പറഞ്ഞ പോലെ തന്നെ കൃത്യസമയത്ത് തന്നെ നമ്മൾ സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ അടുത്ത് എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ റിപ്പോർട്ടറിന്റെ എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള സ്ഥലം. വലിയൊരു സ്പേസ് ആണ് ഇത്. നമ്മൾ എത്തിയ സമയത്ത് തന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ചായ പോലും കഴിക്കാതെ പോകുന്നോണ്ടേ ഒന്ന് ചായ കുടിച്ചിട്ട് സെറ്റ് ആവാന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെല്ലെ ആരൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് പോയി നോക്കാലോ. അവിടെ ഒന്ന് പോയി നോക്കാൻ കരുതി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ ഒരു സംവിധാനം റിപ്പോർട്ടർ ചാനലിൽ മാത്രമേ ഉള്ളൂ പോലും ഞാൻ അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്. ഷൂട്ടിന് ചെറിയൊരു മേക്കപ്പിന്റെ ഒക്കെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനൊന്നും അല്ലേ. അങ്ങനെ ചെറിയൊരു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മളവിടെ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആരൊക്കെ വന്നത് നോക്കൂ, എല്ലാ പാട്ടുകാരും ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമാ പിന്നണി ഗായകരൊക്കെ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓണം ഷൂട്ടിന്റെ സ്റ്റുഡിയോ ഫ്ലോറെ. നമ്മുടെ ഒരു ആതിര ചേച്ചിയാണ് ഇതിന്റെ മെയിൻ മേൽനോട്ടം. മാവേലിയും പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടിക്ക്. നമ്മുടെ പ്രസീത ചേച്ചിയൊക്കെ പരിപാടിക്ക് ഉണ്ടായിരുന്നേ. റിപ്പോർട്ടറിന്റെ മാധു ആയിരുന്നു ആ സെഷൻ നിയന്ത്രിച്ചിരുന്നത്. ഓണപ്പാട്ടും ഓണക്കളികളൊക്കെ കൂടി ഗംഭീരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു കേട്ടോ. പാട്ട് മത്സരവും അതുപോലെ തന്നെ കായിക മത്സരവും എല്ലാം ഉണ്ടായിരുന്നു. കൂടുതൽ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, ലൈവ് വരുമ്പോ തന്നെ നിങ്ങൾ കണ്ടോളൂ. 2 മണിക്കൂറോളം ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ പിരിയാണേ. തിരുവോണത്തിന്റെ അന്ന് റിപ്പോർട്ടറിൽ ഇതിന്റെ ടെലികാസ്റ്റ് ഉണ്ടാവും, എല്ലാവരും കാണണേ. എല്ലാവരും ഒപ്പം കണ്ട സന്തോഷത്തിലേ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മെല്ലെ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിരിഞ്ഞു. എല്ലാവരും ഒപ്പം തന്നെ കേട്ടോ ഭക്ഷണം കഴിക്കണേ. അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റോസ് ആൻഡ് മാംഗോ എന്ന് പറഞ്ഞ ഒരു കടയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയത്. എല്ലാവർക്കും ഉള്ള ഡൈനിങ് ഒക്കെ അവിടെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു അവിടെ. എന്തായാലും അത് ഗംഭീരമായിട്ടുള്ള ഫുഡായിരുന്നു എന്നുള്ളതെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. എല്ലാവരും ഓണത്തിന്റെ ഓട്ടത്തിലാവൂലേ. നിങ്ങളുടെ ഓണപരിപാടിയൊക്കെ എവിടെയും വരെയായി. എന്റെ ഒരു ഓണാശംസ എല്ലാവർക്കും അറിയിക്കുകയാണ് കേട്ടോ. അപ്പൊ പിന്നെ കാണാം. ബൈ.